ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് തരുന്ന രണ്ട് അടിപൊളി അപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യം പറയാൻ പോകുന്ന അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് മിനിമം ഒരു 250 രൂപയെങ്കിലും ഫ്രീ ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗെയിം എന്ന് പറയുമ്പോൾ അത്ര വലിയ ടഫുള്ള ഗെയിംസ് ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനി രണ്ടാമത്തെ അപ്ലിക്കേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ സെയിം തന്നെയാണ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റിയ അപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ രണ്ട് അപ്ലിക്കേഷനിലും മിനിമം വിഡ്രോയിൽ വരുന്നത് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ പേയ്മെൻ്റ് എല്ലാം പക്കയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള മണി മേക്കിംഗ് അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഓൺലൈൻ ജോബ്സ് ഒക്കെ ആദ്യം തന്നെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം മറക്കാതെ എല്ലാവരും നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക കേട്ടോ. അതുവഴി നിങ്ങൾക്ക് ഡെയിലി എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മുടെ ആദ്യത്തെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ആപ്പ് 1 എന്ന് പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. അപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ലുഡോ റിവാർഡ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരുന്നതായിരിക്കും. സോ താഴെയായിട്ട് ചെറിയൊരു ആരോ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പെർമിഷൻ ചോദിക്കുന്നുണ്ട്. എഗ്രിമെൻറ്റ് നിങ്ങളുടെ മെയിൽ ഐ ഡി ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. അന്നേരം നമ്മുടെ അപ്ലിക്കേഷനോടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഗെയിംസ് പ്ലേ ചെയ്തിട്ടാണ് ക്യാഷും കാര്യമൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലുഡോ കളിക്കാൻ അറിയില്ലേ, ആ ഒരു ഗെയിമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗെയിം പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോയിൻസ് വേണം. അപ്പോൾ ആ ഒരു കോയിൻസ് എങ്ങനെയാണ് ഏൺ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സിമ്പിളാണ്. സോ ഇവിടെ അപ്ലിക്കേഷൻ്റെ ഹോമിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് ഗെയിം പ്ലേ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കോയിൻസ് ഒന്നും വേണ്ട, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഗെയിം പ്ലേ ചെയ്യാം. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കുക, 55 കോയിൻസ് കൊടുത്ത് ഗെയിം പ്ലേ ചെയ്യുവാണെങ്കിൽ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 രൂപ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 275 കോയിൻസ് കൊടുക്കുകയാണെങ്കിൽ വിൻ ചെയ്ത് 5 രൂപ കിട്ടും. പിന്നെ വരുന്നത് 550 കോയിൻസ് ആണ്, അതിൽ നമ്മൾ വിൻ ചെയ്യുവാണെങ്കിൽ 10 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് കോയിൻസ് ഏൺ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അതിനായിട്ട് താഴെ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട് കോയിൻസ് എന്ന് പറയട്ടെ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ആദ്യം വരുന്നത് പ്ലേ ടൈമിൻ്റെ ആ ഒരു സെക്ഷനാണ്. എല്ലാവർക്കും അറിയായിരിക്കും, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പെർമിഷനും കാര്യങ്ങളൊക്കെ അലൗ ചെയ്ത് കൊടുക്കുക. അന്നേരം ഈ ഒരു സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഇവിടെ ആയിട്ട് അത്യാവശ്യം ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ടാസ്കിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോയിൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ടാസ്ക് നിങ്ങൾ നോക്കാം, ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 463 കോയിൻസ് ആണ്. 1 മിനിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് 7 കോയിൻസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് പ്ലേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ട്രാക്കിംഗ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരു 30 സെക്കൻഡ് ആദ്യം തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം തിരിച്ച് നമ്മളെ മെയിൻ അപ്ലിക്കേഷനിലോട്ട് വരാം. എന്നിട്ട് വീണ്ടും ആ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷൻ എടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് മൈ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം നമ്മൾ ഏത് അപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തത് അത് ഇവിടെ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് പ്ലേ നൗ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ മിനിമം 1 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യുക. അതായത് 1 മിനിറ്റ് എങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ 1 മിനിറ്റിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 7 കോയിൻസ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര ടൈം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുമോ അതിനനുസരിച്ച് കോയിൻസ് നിങ്ങളെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൈമൊക്കെ കൂട്ടിയിട്ടിട്ട് എന്താ പറയുക ആപ്ലിക്കേഷനും കാര്യമൊക്കെ ഓപ്പൺ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ ആഡ് ആയിട്ടുള്ളത് 7 കോയിൻസ് ആണ്. ഞാൻ 1 മിനിറ്റ് നേരമാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു കോയിൻസ് ക്ലെയിം ചെയ്യുക. ഏകദേശം 463 കോയിൻസ് ആണ് ഈ ഒറ്റ ടാസ്കിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ കോയിൻസ് കിട്ടുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഇവിടുന്ന് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷനിൽ നിന്ന് ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ക്രാച്ച് കാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും 2 സ്ക്രാച്ച് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തേൽ നമുക്ക് 21 കോയിൻസ് കിട്ടി, രണ്ടാമത്തേൽ നമുക്ക് കിട്ടിയത് 100 കോയിൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടും സ്ക്രാച്ച് കാർഡ് നോക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് റാൻഡായിട്ടുള്ള കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്ലേ ടൈമിൻ്റെ സെക്ഷനിൽ നിന്ന് നമുക്ക് കോയിൻസ് ഏൺ ചേർക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. ഇനി ഇതിൽ വരുന്ന അടുത്തൊരു ഓപ്ഷനാണ് വാച്ച് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം വാച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ആഡ് ലോഡായിട്ട് വരുന്നതായിരിക്കും. അത് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10 കോയിൻസ് ആണ്. അപ്പോൾ ഇതുപോലെ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടും അത്യാവശ്യം കോയിൻസ് ഒക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നതാണ് ഡെയിലി സ്ട്രീക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു ടാസ്ക്കാണ്, 7 ദിവസത്തെ ടാസ്ക്കാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് സ്ട്രീക്ക് എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് പ്ലേ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ആഡ് നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റത്തെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നതായിരിക്കും.
അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്താ പറയുക 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 100 കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ വരുന്നതാണ്, നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും, സർവീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 9 മിനിറ്റിൻ്റെ സർവേ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 2400 കോയിൻസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 21 മിനിറ്റിൻ്റെ സർവേ കൊടുത്തിട്ടുണ്ട്. 4200 കോയിൻസാണ് അതിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സർവീസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും കോയിൻസ് ഏൺ ചെയ്യാം. അതുപോലെ തന്നെ ആപ്പ് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ആയിട്ട് ഒരുപാട് കമ്പനീസിൻ്റെ ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം വരുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ തന്നെ സർവീസ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എൻ്റെ വാലറ്റിൽ ഏകദേശം 138 കോയിൻസാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ഗെയിംസ് പ്ലേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 രൂപയുടെ ആ ഒരു ഗെയിമാണ് കേട്ടോ എടുക്കുന്നത്. 55 കോയിൻസാണ് അതിൻ്റെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒപ്പോണൻറ്റിനെ സെർച്ച് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ ഇവിടെ നമ്മൾ ഒപ്പോണൻറ്റിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ താഴെയായിട്ട് ടൈമറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്കിവിടെ ഒരു ഒപ്പോണൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. നോർമലി നമ്മൾ ലുഡോ കളിക്കുന്ന പോലെ തന്നെയാണ് 8 മിനിറ്റിൻ്റെ ഗെയിം പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു 8 മിനിറ്റിനുള്ളിൽ ആരാണ് കൂടുതൽ സ്കോർ എടുക്കുന്നത് അവരായിരിക്കും വിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഗെയിം കളിക്കുക. അപ്പോൾ വിൻ ചെയ്യുവാണെങ്കിൽ 1 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ഗെയിം കഴിഞ്ഞപ്പോൾ നമ്മളാണ് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 രൂപ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ എമൗണ്ട് ആയിട്ട് നമുക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതായത് ഗെയിം പ്ലേ ചെയ്യുക, വിൻ ചെയ്യുമ്പോൾ നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം കോയിൻസ് ഏൺ ചെയ്തിട്ട് എന്താ പറയുക, 10 രൂപയുടെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. 550 കോയിൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 രൂപേൻ്റെ ആ ഒരു ഗെയിം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് വിഡ്രോ ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ കോയിൻസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതായത് ഒരാളെ നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 500 കോയിൻസ് ആണ്. അതിനായിട്ട് അവർ പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്ത ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഗെയിം പ്ലേ ചെയ്തിട്ട് വിൻ ചെയ്യണം. അവർ വിൻ ചെയ്യുമ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് 500 കോയിൻസ് വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക. അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻസ് വെച്ചിട്ട് നിങ്ങൾ ഗെയിം പ്ലേ ചെയ്യുക, അതിനുശേഷം എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇനി വിഡ്രോ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴെയായിട്ട് വാലറ്റ് നിറട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് UPIയിലോട്ടും ഗൂഗിൾ പ്ലേയിലോട്ടും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലോട്ടൊക്കെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. UPIയിലോട്ടാണ് വിഡ്രോ ചെയ്യണമെങ്കിൽ മിനിമം വിഡ്രോയിൽ വരുന്നത് വെറും 3 രൂപ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ വരുന്നത് 10 രൂപയാണ്. പിന്നെ 25, 50, 100 അങ്ങനെ 250 രൂപ വരെ നിങ്ങൾക്ക് ഒരു ദിവസം വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ എമൗണ്ട് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്യുക. പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുക. പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ അകത്തൊന്നും എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക, അതിനുശേഷം സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ മെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. അന്നേരം നമുക്കിവിടെ സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 140 കോയിൻസ് ഫ്രീ ആയി തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ലൈവായിട്ട് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കോയിൻസ് ആഡ് ആവുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ താഴെയായിട്ട് റിവാർഡ് എന്നൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് അത്യാവശ്യം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മിഡിലായിട്ട് ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടാസ്ക് ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇതിൽ നിങ്ങൾ ഏതാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ 100 രൂപയുടെ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ടാസ്കിനും അതിൻ്റെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് റീഡ് ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. സോ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നൈക്ക എന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 200 കോയിൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവർ പറയുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയായിട്ട് സൈൻ അപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകും വരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ബാക്ക് അടിക്കുകയോ അല്ലെങ്കിൽ വേറെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനൊന്നും നിൽക്കരുത്, ട്രാക്കിംഗ് ആവില്ല. അപ്പോൾ ഇൻസ്റ്റാൾ ആകും വരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഇവിടെ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ ആപ്ലിക്കേഷൻ മാത്രം ട്രൈ ചെയ്യുക. അതായത് ഇതുവരെ നിങ്ങളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാത്ത ടാസ്ക് മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഇത് പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് മിക്കവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളെ ഫോണിൽ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രൈ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല, വേറെ ടാസ്ക് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം
ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം സൈഡിലായിട്ട് ഗെറ്റ് OTP എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാൻ നേരം നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് OTP വരുന്നതായിരിക്കും. അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം മസ്റ്റായിട്ട് 2 മിനിറ്റ് നേരം ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്ക്രീൻ ഓഫ് ആവാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മിനിറ്റ് നേരം എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്ത് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ മെയിൻ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കോയിൻസ് ആഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 340 കോയിൻസ് ആയിട്ടുണ്ട് നമ്മളെ വാലറ്റിൽ. അപ്പോൾ 200 കോയിൻസ് കറക്റ്റായിട്ട് തന്നെ ആഡ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഹിസ്റ്ററി എടുത്ത് കാണിച്ചു തരാം. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ഓഫർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ടാണ് ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാത്ത ടാസ്ക് ആയിരിക്കണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എങ്കിലേ നമുക്ക് കോയിൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ റിവാർഡ് എന്നുള്ള ഒരു സെക്ഷനിൽ ടാസ്കും കാര്യങ്ങളൊക്കെ അൺലോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യം വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ലോഗിൻ ആണ്. അപ്പോൾ ഇതൊരു 15 ദിവസത്തെ ലോഗിൻ ചലഞ്ച് ആണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. അതായത് ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടുന്നത് 5 കോയിൻസ് ആണ്. അതുപോലെ തന്നെ 15ാമത്തെ ദിവസം 100 കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി നിങ്ങൾ ആ ഒരു കോയിൻസും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കളക്ട് നൗ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വാലറ്റിലോട്ട് ആ ഒരു കോയിൻസ് ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് ബിറ്റ് ബോൾ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിമുകാരിലൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡെയിലി 3 പ്രാവശ്യമാണ് നമുക്ക് ഈ ഒരു ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 10 കോയിൻസ് ആണ് കേട്ടോ. ഇനി അടുത്തൊരു ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഗസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് നമ്പർ ഗസ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു ബ്ലാങ്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 665ൻ്റെയും അതുപോലെ തന്നെ 692ൻ്റെയും ഇടയിൽ വരുന്നൊരു നമ്പറാണ് നിങ്ങളവിടെ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് എൻട്രി ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 20 കോയിൻസ് ആണ്. അപ്പോൾ ഇവിടെ ടൈമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ടൈമർ എൻ്റെ ആവും മുമ്പ് തന്നെ നിങ്ങൾ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡെയിലി നമുക്ക് 50 പ്രാവശ്യം ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ സിമ്പിളാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് വേർഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ വേർഡ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വരുന്നത് മൈൻ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ബ്ലാങ്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം എനിക്ക് കിട്ടിയുള്ളത് 4 കോയിൻസ് ആണ്. അതുപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സ്ഥലത്ത് ബോംബ് വരുവാണെങ്കിൽ അവിടെ വെച്ച് ഈ ഒരു ഗെയിം സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ 3ാമത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് 4 കോയിൻസ് ആണ് കിട്ടിയത്. വീണ്ടും ക്ലിക്ക് ചെയ്തു, അപ്പോൾ 1 കോയിൻ കിട്ടി. പിന്നെ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ബോംബ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 9 കോയിൻസ് ആണ്. അത് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് അറേഞ്ച് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അവിടെ കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ചെയ്യേണ്ടത് ലോവർ ടു ഹയർ അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റേതായ കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ടൈമറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ടൈമർ എൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് താഴെയായിട്ട് ഫ്ലൈയിങ് ബേർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 20 കോയിൻസ് ആണ്. ഡെയിലി 3 പ്രാവശ്യമാണ് ഈ ഒരു ഗെയിം പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന ടൈമിലൊക്കെ ഈ ഒരു ഗെയിംസ് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുക. അതിൻ്റേതായ കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സിമ്പിളാണ്. ഇനി ആപ്ലിക്കേഷൻ്റെ ഹോമിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് പ്ലേ ടൈമിൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ ആപ്ലിക്കേഷനിൽ കാണിച്ചെന്ന പോലെ തന്നെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇവിടെ ഒരു ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടാസ്കിന് നമുക്ക് കിട്ടുന്നത് 1422 കോയിൻസ് ആണ്. 10 രൂപയ്ക്ക് മുകളിലുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 1 മിനിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് 22 കോയിൻസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പ്ലേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ട്രാക്കിംഗ് ആവാൻ വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ മൈ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു സെക്ഷനിലായിട്ട് വരുന്നതായിരിക്കും. അവിടെ നിന്ന് വേണം നിങ്ങൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് കോയിൻസ് ക്ലെയിം ചേർക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതേ കമ്പനിയുടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് മുമ്പ് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തവർക്കറിയാം കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്ത് വിഡ്രോ ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ ആപ്ലിക്കേഷൻ്റെ ഹോമിലായിട്ട് കുറച്ച് ഓഫർ വാൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പബ് സ്കെയിലിൻ്റെ സെക്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ടാസ്ക് ഓഫേഴ്സിലേക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും അത്യാവശ്യം കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് ഓരോ ടാസ്കിനും അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാത്ത ടാസ്ക് നോക്കി തന്നെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇതിൽ അടുത്തൊരു ഓപ്ഷൻ വരുന്നതാണ് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക എന്നുള്ളത്. ഒരാളെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 കോയിൻസ് ആണ്. അത് മാത്രമല്ല ചെറിയ രീതിയിൽ കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്.
ഇനി നമുക്ക് വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷൻസ് നോക്കാം. 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ഫോൺ പേൻ്റെയോ അല്ലെങ്കിൽ ഗൂഗിൾ പേൻ്റെയോ QR കോഡ് ഇവിടെ നിന്ന് സ്കാൻ ചെയ്ത് വിഡ്രോ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ മിനിമം വിഡ്രോയിൽ വരുന്നത് 10 രൂപയാണ് കേട്ടോ. ഏകദേശം 1000 സംതിങ് കോയിൻസ് ആണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നത് നമുക്ക് UPI എൻ്റർ ചെയ്തുകൊണ്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആ ഒരു കോയിൻസിൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വിഡ്രോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിഡ്രോ ജെംസ് എന്ന് പറഞ്ഞിട്ട് കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം 4 ഓപ്ഷൻസ് ഉണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് UPIയിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നമുക്ക് മിനിമം വിഡ്രോയിൽ വരുന്നത് 2000 കോയിൻസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 രൂപയാണ്. അതുപോലെ തന്നെ 5000 കോയിൻസ് ഉണ്ടെങ്കിൽ 50 രൂപ വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം 5 രൂപ ഉണ്ടായിരുന്നുള്ളൂ മിനിമം വിഡ്രോയിൽ. ഇപ്പോൾ അത് 20 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര എമൗണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്താലും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. നല്ല രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.